ആണ് ഇവളെ ആദ്യമായിട്ട് കാണുന്നത്. കണ്ട അന്ന് തന്നെ ഞാൻ പോയിക്കാണ്ട് പേരെന്താ ചോദിച്ചു, നാട് എവിടെയാണെന്ന് ചോദിച്ചു, വീട് എവിടെയാണെന്നൊക്കെ ചോദിച്ചു. അന്ന് തന്നെ ഇഷ്ടമാണെന്നും പറഞ്ഞു. അതാണ് ഇതിലെ ഏറ്റവും വലിയൊരു കോമഡി. അപ്പോൾ അവൾ ഒബ്വിയസ്ലി റിജക്റ്റ് ചെയ്തിട്ട് അവളുടെ വീട്ടിലേക്ക് നടന്നു പോയി. പിന്നെ 2025 ഒക്കെ ആയപ്പോൾ ഞാൻ 3 ഇയേഴ്സ് ഇതിൻ്റെ ബാക്കിൽ വെയിറ്റ് ചെയ്തു. 3 ഇയേഴ്സോളം വെയിറ്റ് ചെയ്തിട്ട് 2025 ഞാൻ വീണ്ടും വന്നു തോന്നുന്നു അല്ലേ. വീണ്ടും വന്നിട്ട് ഞാൻ ഈ സെയിം മാറ്റർ തന്നെ സംസാരിച്ചു. അപ്പോൾ അവളുടെ വീട്ടുകാരുടെ നമ്പർ തന്നു. എന്നിട്ട് വീട്ടുകാരുടെ നമ്പർ ഞാൻ എൻ്റെ വീട്ടുകാർക്ക് കൊടുത്തു. അവളുടെ എൻ്റെ വീട്ടുകാർ വിളിച്ച് സംസാരിച്ച് 2025 അങ്ങനെ ചെറിയൊരു എൻഗേജ്മെൻറ്റ് നമ്മളത് കഴിഞ്ഞു. ഇപ്പോൾ ഒരു 1 വീക്ക് മുമ്പ് നമ്മളുടെ നിക്കാഹ് ഇവളുടെ നാട്ടിൽ വെച്ചിട്ടും കഴിഞ്ഞു. അതിന് പോയതൊക്കെ വലിയ കോമഡി. അവിടുന്ന് നാട്ടിൽ നിന്ന് നമ്മളെല്ലാവരും 5-6 ആൾക്കാർ ട്രെയിനിൽ സീറ്റൊക്കെ ബുക്ക് ചെയ്ത് അങ്ങനെ നമ്മൾ 5 ആൾ, ഞാൻ, ബാസിൽ, ഹനാൻ, ജിംഷാദ്, നബീൽ, മോഫിസ്ക്കൊക്കെ ദുബായിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് വന്നിട്ടുണ്ട് ഡയറക്റ്റ് ട്രെയിനിലേക്ക് കയറാൻ. അങ്ങനെ നമ്മൾ കൊല്ലത്തെത്തിയതിന് ശേഷം നമ്മളവിടെ റൂമിൽ സ്റ്റേ ചെയ്ത് രാവിലെ ഒരുങ്ങി മാറ്റി ഓഡിറ്റോറിയത്തിലേക്ക് പോയപ്പോൾ ഞാൻ ഫസ്റ്റ് സർപ്രൈസ് തന്നത് കാറായിരുന്നു. അത് ഈ കാറൊന്നുമില്ല അവിടെ ഇറങ്ങാനും, നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു കാറിൽ പോകേണ്ടി വരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഞാൻ അതിന് ഓക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കേനി. അപ്പോൾ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ട് കാറുകളുടെ രാജകുമാരനായിട്ടുള്ള ലാൻഡ് ക്രൂസറും കൊണ്ട് ഇങ്ങനെ വരുന്നത് സർപ്രൈസ് ആയിട്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു സർപ്രൈസ് തന്ന് അത് കഴിഞ്ഞ് ഞങ്ങളെ നിക്കാഹ് കഴിഞ്ഞ് ലാസ്റ്റ് 2 ഡയമണ്ടിൻ്റെ നെക്ലേസ് തന്ന് അങ്ങനെ സർപ്രൈസ് ചെയ്ത്. അപ്പോൾ എന്താ എന്ന് പറയാണ്ട് അറിയില്ല, കാരണം നല്ല ഹാപ്പിയസ്റ്റ് മൊമെൻ്റ്